അദ്ദേഹം ആ വചനം ഇങ്ങനെ ചൊല്ലുകയാണ്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ, അല്ലാഹ് പറയാ, ഈ ലോകത്ത് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ടോ, ഒന്നും യാദൃച്ഛികമല്ല, ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. എല്ലാം മുൻകൂട്ടി ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. അള്ളാഹുവിന് അതെല്ലാം എളുപ്പമാണ്. എന്തിനാണ് ഇങ്ങനെ മുൻകൂട്ടി ഒരു രേഖപ്പെടുത്തൽ? എന്തിനാണത്? എന്തിനാണ് അങ്ങനെ ഒരു മുൻകൂട്ടി രേഖപ്പെടുത്തൽ? മകൻ മരിച്ചു കിടക്കുന്ന വാപ്പയാണ് ഇത് ചൊല്ലുന്നത്. ലികൈലാ തഅസൗ അലാ മാ ഫാതക്കും. നഷ്ടപ്പെട്ട ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ. വലാ തഫ്റഹു ബിമാ ആതാക്കും. നിങ്ങൾക്ക് കിട്ടിയ സുഖാനുഗ്രഹങ്ങളുണ്ടല്ലോ, ഐശ്വര്യങ്ങളുണ്ടല്ലോ, അതിൽ നിങ്ങൾ അതിരുവിട്ട് സന്തോഷിക്കാതിരിക്കാനുമാണ്. അങ്ങനെ അതിരുവിട്ട് സന്തോഷിക്കുന്നവരെ, അഹങ്കരിക്കുന്നവരെ വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അങ്ങനെയുള്ളവർ അള്ളാഹുവിന് ഇഷ്ടമല്ല. അങ്ങനെ ഒരാൾക്ക് അള്ളാഹിനോട് അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിനെ ഒരാൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ്. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഇതാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ദൈവത്തെക്കുറിച്ചുള്ള ഉൾവിചാരങ്ങളാണ് നൽകുന്നത്, വിശ്വാസമല്ല. ദൈവത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ലോക ചരിത്രത്തിൽ തന്നെ വളരെ വളരെ കുറവായിരിക്കും ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ. അങ്ങനെ ഒരു വിശ്വാസം പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ല ഇത്. ദൈവത്തിൽ വിശ്വസിക്കാൻ പറയാൻ വന്ന ഗ്രന്ഥമല്ല ഇത്. മറിച്ച് ദൈവത്തിലുള്ളൊരു ഉറപ്പുണ്ടാക്കിയെടുക്കാനാണ്. ജീവിത മേഖലകളെ ആകെ ശുദ്ധീകരിക്കുന്ന, സംസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവവിശ്വാസം കടന്നു വരണം എന്ന് പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആൻ വന്നത്. ഏതൊരു മതഗ്രന്ഥം നിങ്ങൾ എടുത്തു നോക്കൂ, ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. കഥകൾ പറയുന്നത്, ഉപമകൾ പറയുന്നത്, ചരിത്രം പറയുന്നത്, ഉദാഹരണങ്ങൾ നിരത്തുന്നത് എല്ലാം ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരാനാണ്. സാമവേദത്തിലെ ആഗ്നേയ കാണ്ഡത്തിലെ 8-ാം അധ്യായത്തിൽ 19 മുതലുള്ളൊരു വചനമുണ്ട്. ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയാണ്. രായ അഗ്നേ മഹേത്വ ദാനായ സമിധി മഹേ ഈഡിശ്വാഹി മഹേ വൃഷ ദ്യാവഹോത്രായ പൃഥ്വി. ഭൂമിയെ സൃഷ്ടിച്ചവനെ, അഗ്നിയെ സൃഷ്ടിച്ചവനെ, ആകാശങ്ങളെ സൃഷ്ടിച്ചവനെ, അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവനെ, അഗ്നിയെ സൃഷ്ടിച്ചവനെ, വരാനിരിക്കുന്നൊരു മഹാശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ എന്ന്. ഹൈന്ദവ വേദമാണിത് പറയുന്നത്, വരാനിരിക്കുന്നൊരു ശിക്ഷയെക്കുറിച്ച്. നമുത്ര ഹി സഹായാർത്ഥം പിതാ മാതാ ചതിഷ്ഠത ന പുത്രധാര ന ജ്ഞാതിർ ധർമ്മസ്ഥിഷ്ഠതി കേവല. അതേ സാമവേദത്തിലെ മറ്റൊരു വചനാണ്. നമുത്ര ഹി സഹായാർത്ഥം പിതാ മാതാ ചതിഷ്ഠിത. ആ വരാനിരിക്കുന്ന ലോകമുണ്ടല്ലോ, അവിടെ പിതാവോ മാതാവോ ന പുത്രധാര ന ജ്ഞാതിർ, പുത്രന്മാരോ തലമുറകളോ നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ല. ആരും ആരെയും രക്ഷിക്കാനില്ല. നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ കൂടെ ഉള്ള ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് ധർമ്മസ്ഥിഷ്ഠതി കേവല. നമ്മളെന്താണോ ധർമ്മം ചെയ്തത് അതുണ്ടാകും, നമ്മളെന്താണോ നന്മ ചെയ്തത് അതുണ്ടാകും. ബാക്കിയൊന്നും നമ്മുടേതല്ല. ഏതൊരാൾ നിങ്ങൾ ചെന്നിട്ട് ചോദിച്ചു നോക്കൂ, അയാളുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ, സ്വപ്നം, ജീവിതം എല്ലാം അയാളുടെ മക്കള്, അയാളുടെ കുടുംബം, അയാളുടെ ജോലി, അയാളുടെ സമ്പാദ്യം. അതാണ് ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതം അതായി മാറുകയാണ്, അതായിട്ട് അങ്ങോട്ട് മാറുകയാണ് ഒരാളുടെ ജീവിതം. മക്കള്, ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്ന പ്രവാസികൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. വൈകുന്നേരം വീട്ടിലേക്ക് അണയുന്നവർ, മാതാവിൻ്റെ സ്നേഹത്തണലിലേക്ക് ചെല്ലുന്നവർ, പിതാവിൻ്റെ വാത്സല്യത്തണലിലേക്ക് ചെല്ലുന്നവർ, ഭാര്യയുടെ ഇണക്കത്തിലേക്ക് ചെല്ലുന്നവർ, മക്കളുടെ കൊഞ്ചലിലേക്കും കൗതുകത്തിലേക്കും ചെല്ലുന്നവർ എത്ര കുറച്ച് ആളുകളാണ്. സങ്കടങ്ങളുടെ ശരീരമാണ് ഓരോ പ്രവാസിയും. അവരുടെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കത്തി എരിഞ്ഞ് നിൽക്കുന്ന ഒരു മെഴുകുതിരിയാണ് ഏതൊരു പ്രവാസിയും. ഒരു ചെറിയ കാറ്റ് വരുമ്പോഴേക്ക് അത് കെട്ടുപോവുകയും ചെയ്തു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കത്തുകയാണ്, ഒരു ചെറിയ കാറ്റത്തത് കെട്ടുപോവുകയും ചെയ്യും. രോഗങ്ങളുടെ ഭണ്ഡാരവുമായി നാട്ടിലേക്ക് കുടിയേറുന്നവർ അവസാനം കൂടെയുള്ളവരറിയില്ല, കൂട്ടുകാരറിയില്ല, വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുടുംബത്തിലെ പുതിയ കുട്ടികളൊന്നും അദ്ദേഹത്തെ അറിയുന്നില്ല. ഒരു അന്യനായി മാറുന്നു. അവർക്ക് വേണ്ടി ജീവിച്ച ഒരാൾ
എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ റൂമിലുണ്ടായിരുന്ന ഒരാൾ ഒരുപാട് കാലം ഗൾഫിൽ ജീവിച്ച ആളാണ്, അങ്ങനെ നാട്ടിലേക്ക് പോകണത്. അപ്പോൾ റൂമിലുള്ള ആളുകൾ തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം നമുക്ക് വാങ്ങിക്കൊടുക്കാമെന്ന്. അങ്ങനെ മൂപ്പരോട് ചോദിക്കുകയാണ് എന്താണ് വേണ്ടത്. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരാഗ്രഹം. 10-30 കൊല്ലക്കാലം ഈ ഗൾഫിൽ ജീവിച്ച ഒരാൾ എല്ലാ ആഗ്രഹവും ഞങ്ങൾ നടത്തിത്തരാം, നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാഗ്രഹം പറഞ്ഞ എന്താണെന്നറിയോ? ഒരു ഷവായ കഴിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മക്കളത് കഴിച്ചിട്ടുണ്ടാവും, അദ്ദേഹം ഇതുവരെ കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മക്കൾ അതിലേറെ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, അദ്ദേഹം ഇക്കാലം വരെ അത് കഴിച്ചിട്ടില്ല. ആ മക്കൾക്ക് വേണ്ടി അല്ലേ? ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും എന്താണ് നിങ്ങളുടെ സമ്പാദ്യം എന്ന് ചോദിച്ചാൽ അയാൾ പറയും എൻ്റെ മക്കളാണ് എൻ്റെ സമ്പാദ്യം. എനിക്കെന്തിനാണ് അതിലേറെ വലിയ സമ്പാദ്യം? എൻ്റെ കുട്ടികളാണ് എൻ്റെ സമ്പാദ്യം എന്ന് പറയും. ആണോ? ആയേക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ നമ്മുടെ വാപ്പൻ്റെയും എൻ്റെയും സമ്പാദ്യമാണ്. അവരൊക്കെ നമ്മളെ ചൂണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ എൻ്റെ മക്കളാണ് എൻ്റെ സമ്പാദ്യം.